എടാ ഇത് കണ്ടടാ മറ്റേ ഗ്രൂപ്പിൽ ഓരോ മെസ്സേജ് സാറേ നിങ്ങൾക്ക് അതേം പറഞ്ഞു ഞാൻ അനുഭവിക്കാൻ ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലായ ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇവിടെ ഞാൻ തോക്കുന്നതാണ് എല്ലാവരും പറഞ്ഞു കിടക്കുന്നത്. നീ തോക്കുവന്നാ ആര് പറഞ്ഞു? എന്നോടും പറഞ്ഞടാ. നിങ്ങളോട് പറഞ്ഞു? ഉറങ്ങിന്നല്ല തോക്കാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ടടാ, ജോർജ് സാറോടെ ഉള്ളപ്പോ നീ പേടിക്കേണ്ട കാര്യമില്ല. നമ്മ 5-6 മാസം മുന്നേ പണി തുടങ്ങിയില്ലേ, ഒന്നും വേണ്ട. നീ ഏരിയയിലുള്ള എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും നീ ഇപ്പൊ അംഗമല്ലേ? ആഴ്ചയിൽ ഒരു 3 തവണ നിന്റെ പേര് ഏറ്റവും കുറച്ച് പൊക്കി വിടേണ്ടത് ഞങ്ങൾ. അപ്പൊ ഇനിയുണ്ട് കളികൾ. ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ ബാക്കി കളികൾ ഇനിയും ബാക്കിയാണ്. കളിയൊക്കെ ഇറക്കി വിട്. ഒരു പണി അടുത്തൊരു ഇതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയെന്നാന്ന് അറിയാമോ? നമ്മുടെ ക്ലബില്ലേ, ക്ലബിന്റെ വഴി ഇവിടെയുള്ള സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന എല്ലാത്തിനെയും വിളിച്ചിട്ട് ഒരു ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്യും. കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാണ്ടെന്ന് പറയും ക്ലബിന്റെ രീതിക്ക്. അപ്പൊ എനിക്ക് പണി കിട്ടൂലേ? നിനക്ക് എങ്ങനെയാടാ പണി കിട്ടുന്നത്? ഇത്ര അവന്മാര് വാല് പറയണോ അല്ലെ ചോദിച്ചാൽ ഞാനെന്ത്? ഈ ക്ലബിന്റെ മേൽത്തട്ടിലിരിക്കണൊക്കെ ആരാണ്? നമ്മുടെ പാർട്ടിക്കാരാ മുഴുവൻ. പുറത്തുനിന്ന് അറിയുന്നുണ്ടോ? ഉണ്ടാ? അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് നേരത്തെ പ്ലാൻ ചെയ്യും. അത് ഇവനുള്ളത് നമ്മുടെ പാർട്ടിക്കാരനാണ്. ഇവനുള്ളത് ആദ്യം നമ്മൾ കൊടുക്കും. മറ്റുള്ളവന്മാർക്ക് അതില്ല, അടിച്ചണ്ണാക്കി കൊടുക്കും. അവന്മാർക്ക് കൊടുക്കുന്നത് പിന്നെ വാട്സാപ്പിൽ കൊടുക്കും. മറ്റവന്മാർക്ക് അണ്ണാക്കി കൊടുക്കും. പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ അവന്മാര് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെന്താ വരാണ്ടിരിക്കാൻ കാരണം എന്താണ്? ക്ലബിന്റെ ആൾക്കാര് നമ്മുടെ പാർട്ടിക്കാരാന്നുള്ളത് പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് അവന്മാര് മാറി നിന്നാലാ. അവന്മാർക്ക് മനസ്സിലാവും അത്. പിന്നെ വന്നില്ലെങ്കിൽ നമ്മ വരാത്ത കാര്യവും വെച്ച് ഉമ്മാരെ നമ്മ ഇത്ര നാളും കുപ്രചാരണങ്ങൾ നടത്തി നമ്മൾ ഇവിടം വരെ എത്തിയില്ല വെച്ചാലേ. ജോർജ് സാറ് ഇറക്കും അടുത്ത പണി. ഇവന്മാർ വന്നില്ലെങ്കിൽ അത് വെച്ചിട്ടൊരു പണി നമ്മൾ നടത്തും അവന്മാർക്കെതിരെ. അതെന്ത് ചെയ്യും? മുട്ടം പണി കൊടുക്കും. അവന്മാർ ആരെങ്കിലും ഒരുത്തം വന്നില്ലെങ്കിൽ അവന്മാര് ജനനന്മയ്ക്ക് എതിരാണ് അല്ലേ? അതുപോലെ അതെ, വരുത്തി തീർക്കും. ഇത്ര നാൾ നമ്മൾ ചെയ്തത് എന്താ പിന്നെ? അല്ലാണ്ട് നമ്മളുണ്ടായത് വല്ലതാണ് ഉണ്ടാക്കിയത്, ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുക. അതാണ് ജോർജ് സാറിന്റെ ബുദ്ധി. നിന്റെ ടെൻഷൻ ഇപ്പൊ ഇത്തിരി കുറഞ്ഞില്ലേ? അത് ധൈര്യമായിട്ടിരുന്നോ. നിനക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം തന്നെ കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് നേർക്ക് ചെയ്യാറ്. അവന്മാര് വന്നില്ലെങ്കിലും പണി, വന്നാലും പണി. എന്തേ പോരെ?